ഓഗസ്റ്റ് 23 ലീമായിലെ വിശുദ്ധ റോസ. തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യത്തെ വിശുദ്ധ പുഷ്പമാണ് ലീമായിലെ വിശുദ്ധ റോസ. 1586 പെറുവിലെ ലീമായിലാണ് വിശുദ്ധ റോസ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുകയും തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചും ബാക്കി സമയം മുഴുവൻ ഉപവസിച്ചുമായിരുന്നു അവൾ ബാല്യകാലം ചെലവിട്ടത്. അഭൗമ്യമായ തന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പാപത്തിന് കാരണമാകാതിരിക്കാൻ അവൾ കുരുമുളകരച്ച് തന്റെ മുഖത്തും കൈകളിലും തേച്ചു പിടിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു യുവാവ് റോസയുടെ അടുത്തെത്തി സുന്ദരമായ അവളുടെ കൈകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മഴത്തുള്ളികൾ വീണ റോസാദളങ്ങൾ പോലെ സുന്ദരമാണ് അവളുടെ കൈകൾ എന്നവൻ പറഞ്ഞു. ഏതൊരു സ്ത്രീയും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ. പക്ഷേ ആ വാക്കുകൾ അവളെ ദുഃഖിതയാക്കി. ചൂടുള്ള കുമ്മായത്തിൽ കൈകൾ മുക്കി അത് വിരൂപമാക്കുകയാണ് അവൾ ചെയ്തത്. സുന്ദരമായ അവളുടെ തലമുടികൾക്കിടയിൽ അവൾ ഒരു മുൾമുടി ഒളിപ്പിച്ചു വെച്ചിരുന്നു. തലയിൽ മുള്ളുകൾ കൊണ്ട് ഇറങ്ങുമ്പോൾ ആ വേദന അവൾ യേശുവിനു വേണ്ടി സഹിച്ചു. മറ്റാരെയും തന്റെ ത്യാഗങ്ങൾ അറിയിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. സീനായിലെ വിശുദ്ധ കാതറിന്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേരുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അനുതാപവും സഹനങ്ങളും നിറഞ്ഞ വളരെ കഠിനമായ ഒരു സന്യാസ ജീവിതമായിരുന്നു അവൾ നയിച്ചിരുന്നത്. എന്നാൽ അവൾ ഇതിനെയെല്ലാം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കുരിശല്ലാതെ മറ്റൊരു ഗോവണിയില്ല എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന റോസ തന്റെ രോഗങ്ങളുടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സഹിച്ചുകൊണ്ട് കൂടുതൽ വേദനകൾ തരണമേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. 1617 ഓഗസ്റ്റ് 24 തന്റെ 31-ാമത്തെ വയസ്സിൽ പരിശുദ്ധ കന്യകയുടെ കാവൽ മാലാഖ അവളെ തന്റെ സ്വർഗീയ മണവാളന്റെ വക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.